നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നമ്മുടെ നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് നമ്മുടെ സ്വന്തം ജഡ്ജായ ഹണി എം വർഗീസ് ഇന്ന് വിചിത്രമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു ആരോപണം നടത്തിയിട്ടുണ്ട്. അത് മറ്റാർക്കുമെതിരെയല്ല, നമ്മുടെ നടിയുടെ വക്കീലായിരുന്ന നമ്മുടെ TB മിനിക്കെതിരെയാണ്. മിനി ആണെങ്കിൽ വക്കീലാണ്. മിനിക്കെതിരെ ഒരു 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 നല്ലൊരു വിചിത്രമായ ഒരു ആരോപണം തന്നെ നടത്തിയിട്ടുണ്ട്. അതിന് TB മിനി കൊടുത്ത മറുപടിയും എന്തുകൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതൊക്കെ ചോദിക്കാം. ഇതായിരുന്നു ആരോപണം. ആ വീഡിയോ ഞാൻ വെച്ച് തരുന്നുണ്ട്. കോടതിയിൽ വന്നാൽ ഉറങ്ങും. ഈ TB മിനി കോടതിയിൽ വന്നാൽ ഉറങ്ങും. കാണുന്നത് ഉറങ്ങും. കോടതിയിൽ വന്നാൽ ഉറങ്ങും, കാണുന്നത് വിശ്രമ സ്ഥലം. അതായത് കോടതിയെ കാണുന്നത് വിശ്രമ സ്ഥലമായി എന്നാണ് നമ്മുടെ ഹണി എം വർഗീസ് പറയുന്നത്, ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ കളിയാക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, എന്തോ ആയിക്കോട്ടെ. അടുത്ത മറ്റൊരു വാർത്ത, എത്തിയത് 10 ദിവസത്തിൽ താഴെ മാത്രം. അതായത് ഈ പറയുന്ന നമ്മുടെ മിനിമാമി 10 ദിവസം, ആ കൂടി 10 ദിവസം മാത്രമേ ഈ കോടതിയിൽ വന്നിട്ടുള്ളൂ. വരുമ്പോഴൊക്കെ കടന്ന് ഉറക്കമായിരുന്നു എന്നുള്ളതാണ്. എത്തിയത് 10 ദിവസത്തിൽ താഴെ മാത്രം, കോടതിയിൽ ഇരിക്കുക വെറും അരമണിക്കൂർ. 10 ദിവസത്തിൽ താഴെ മാത്രമേ വന്നിട്ടുള്ളൂ, വെറും അരമണിക്കൂർ മാത്രമേ ഇരിക്കുള്ളൂ. ആ സമയം മൊത്തം ഇരുന്ന് ഉറങ്ങും. മനസ്സിലായോ? നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകക്കെതിരെ വിചാരണ കോടതി. ഇതാണ് സംഭവം. അതിന്റെ വാർത്ത ഞാൻ വയ്ക്കും. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ശരിയായിരിക്കാം ഈ പറയുന്ന നമ്മുടെ TB മിനി എന്ന് പറയുന്ന വക്കീൽ അത്ര പോരാ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതായത് അതിജീവിതം കുറച്ചുകൂടി നല്ലൊരു വക്കീലിനെ വെക്കേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പലപ്പോഴും ഈ TB മിനിയുടെ പ്രസ്താവനകൾ പലതും നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്ന പ്രസ്താവനകൾ. ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ ദിലീപ് ഈ പറഞ്ഞതുപോലെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞ ഇത്രയും പ്രശ്നമില്ലായിരുന്നു എന്നൊരു പ്രസ്താവനയൊക്കെ വളരെ ബാലിഷ്യമായ ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്കതിൽ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പുള്ളി പറയുന്നത് എനിക്കിതിൽ റോളില്ല, കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും. ശരി, ഓക്കെ. ഈ പറയുന്ന ആരാണ് നമ്മുടെ ഹണി എം വർഗീസ് നമ്മുടെ ജഡ്ജ് ഹണി എം വർഗീസ് പറയുന്നതും ഞാൻ സമ്മതിക്കുന്നു എന്ന് കരുതിക്കൂ. അതായത് ഇവർ വല്ലപ്പോഴൊരിക്കേ വരാറുള്ളൂ, ഇവരെന്താണ് ഈ പറഞ്ഞതുപോലെ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂറേ ഇരിക്കാറുള്ളൂ, എന്നിട്ട് അവിടെ ഇരുന്ന് എന്ത് ചെയ്യും, ഉറങ്ങാറാണ് പതിവ് എന്ന് താങ്കൾ പറയുന്നു. ശരി, സമ്മതിക്കുന്നു എന്ന് കരുതിക്കൂ. പക്ഷെ എനിക്ക് തിരിച്ചൊരു ക്വസ്റ്റ്യൻ, കോടതിനെ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. കോടതി എന്ത് ചെയ്യുകയായിരുന്നു? ഇവർ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ ഉറങ്ങുക തന്നെ ആയിരുന്നില്ലേ ചെയ്തത്? അതായത് ഉറക്കം നടിക്കുകയായിരുന്നു. TB മിനി ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. ഈ കോടതി ഉറക്കം നടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ ചോദിക്കാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ കൺവെട്ടത്ത് നിങ്ങൾ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്ന മെമ്മറി കാർഡ് രാത്രി 12 മണിക്ക് വരെ യാവനൊക്കെ വന്ന് തുറന്നത് കണ്ടിരിക്കുന്നു, ഷെയർ ചെയ്തിരിക്കുന്നു ആണല്ലോ. അപ്പം നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ, അതായത് ഉറങ്ങുകയായിരുന്നോ അതോ ഉറക്കം നടിക്കുകയായിരുന്നോ? ഈ പറയുന്ന സുപ്രീം കോടതി അതിന്റെ പേരിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നും പറഞ്ഞല്ലോ, ശുപാർശ ചെയ്തു. അത് ഇതുവരെ കേട്ടും നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഈ കോടതി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി TB മിനി അവിടെ കിടന്ന് ഉറങ്ങിയെങ്കിൽ ഈ പറയുന്ന കോടതി അവിടെ ഉറക്കം നടിക്കുകയായിരുന്നു എന്നാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. വെരി ക്ലിയർ. ഓക്കെ, ഇനി ആ ഒരു വാർത്തയിലേക്ക് പോകാം. അതിനുശേഷം മിനി ചേച്ചി, നമ്മുടെ മിനിമാമി പറഞ്ഞ പിന്നീട് ആൻസറും കൂടി നമുക്ക് കേൾക്കാം. ഓക്കെ. വിചാരണ കോടതിയിൽ കോടതി അലക്ഷ്യ പരാതികൾ പരിഗണിച്ചിരുന്നു. ഈ ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വിചാരണ കോടതിയുടെ പരാമർശം ഉണ്ടായിരിക്കുന്നത്. വിചാരണ കോടതിയിൽ ഇന്ന് അതിജീവിതയുടെ അഭിഭാഷക ഹാജരായിരുന്നില്ല. അഭിഭാഷക ഇല്ലേ, TB മിനി എത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിൽ വന്നിട്ടുള്ളത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ്. ഈ സമയത്ത് പോലും അരമണിക്കൂറിൽ താഴെ മാത്രമാണ് കോടതിയിൽ ഉണ്ടാകാറുള്ളത്. പലപ്പോഴും ഈ സമയത്ത് ഉറങ്ങുന്നതാണ് പതിവ്. വിശ്രമ സ്ഥലം എന്ന രീതിയിലാണോ അഭിഭാഷക കോടതിയെ കാണുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പുറത്തു പോയിട്ട് കോടതിയെയും കോടതി വിധിയെയും ഒക്കെ വിമർശിക്കുന്നത് എന്നും കോടതി കുറ്റപ്പെടുത്തി. ആ തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് അതിജീവിതയുടെ അഭിഭാഷകക്കെതിരെ ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ്, ഈ വിധി വന്നതിന് ശേഷം പുറത്തുള്ള പല പരിപാടികളിലും അതിജീവിതയുടെ അഭിഭാഷക കോടതി വിധിക്കെതിരെ തന്നെ
തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ പരസ്യ വിമർശനം തന്നെ കോടതി വിധിക്കെതിരെ അതിജീവിതയുടെ അഭിഭാഷക ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഇതിനുള്ള ഒരു മറുപടി എന്നോണമാണ് ഈ തരത്തിൽ വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെ വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിൽ ഹാജരാവാറുണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനം വരുന്നു. ഇന്നും സമാനമായ സാഹചര്യമാണോ ഉണ്ടായിരിക്കുന്നതെന്ന് കോടതി ചോദിക്കുന്നു. ഇന്നിപ്പോൾ ഈ കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്ന സമയത്ത് അഭിഭാഷക ഹാജരായിരുന്നില്ല, ജൂനിയർ വക്കീലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തരത്തിൽ സാധാരണ കോടതിയിൽ വരാതെ കോടതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിൽ അസാധാരണമായ ഒരു വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു. അത് ഓക്കെ, ഇതായിരുന്നു ആ വാർത്ത. അതായത് ഇന്ന് കോടതി അലക്ഷ്യ കേസുകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ട് കോടതി കൂടിയപ്പോൾ അവിടെ നമ്മുടെ ഹണിയും വർഗീസിനെ അങ്ങോട്ട് എടുത്തു ചോദിച്ചു, എവിടെ ടി വി മിനി ഇന്ന് വന്നില്ലല്ലോ, കാണാനില്ല, എവിടെ ആയിരുന്നു? അപ്പൊ വന്നില്ല എന്ന് പറയുന്നു. വന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് അവരൊരിക്കലും വരാറില്ല, ആ കൂടി 10 ദിവസമേ എന്തോ വന്നിട്ടുള്ളൂ, അതിലും അരമണിക്കൂർ താഴെ മാത്രമേ ഇരിക്കാറുള്ളൂ, അതിനുശേഷം അവിടെ ഇരുന്ന് ഉറക്കമാണ് പതിവ്, എന്നിട്ടാണ് പുറത്തിറങ്ങിയിട്ട് കോടതിയെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ കീഴ്ക്കോടതി പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനകത്ത് മിനി പറഞ്ഞിരിക്കുന്ന വാദം നമുക്കറിയാലോ. പുറത്തിറങ്ങിയതിനു ശേഷം ഈ പറയുന്ന ടി വി മിനി വക്കീൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർ തൃപ്തയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? പലപ്പോഴും തൃപ്തയല്ല. നമ്മൾ കൊടുത്ത പല വാദങ്ങളും എന്താണ് കോടതി അംഗീകരിച്ചത്. അതിപ്പോ നമ്മളിപ്പോ പൊതുജനമായ നമ്മൾക്കുൾപ്പെടെ തൃപ്തയല്ല. എന്തുകൊണ്ട് ഈ സംഭവമൊക്കെ തള്ളിക്കളഞ്ഞു, എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞ വാദങ്ങളൊക്കെ നിങ്ങൾ മുഖവിലയ്ക്ക് എടുത്തില്ല, എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പറയാത്ത വാദങ്ങളെല്ലാം ഈ പറയുന്ന വിധിപ്പകർപ്പിൽ എഴുതി വെച്ചു, എന്തുകൊണ്ട് ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ല തെളിവുകളൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ചവിട്ടുകുട്ടിയിലിട്ട് എറിഞ്ഞു, ഇതൊക്കെ നമുക്കും അറിയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇരിക്കുന്നത്. ഈ കീഴ്ക്കോടതി അവസാന വാക്ക് എന്നുണ്ടെങ്കിൽ കീഴ്ക്കോടതിക്ക് തെറ്റുപറ്റാം, അതിനു വേണ്ടിയിട്ടാണല്ലോ സുപ്രീം കോടതി ഇരിക്കുന്നത്. അതങ്ങനെ കീഴ്ക്കോടതിക്ക് തെറ്റുപറ്റി എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് സുപ്രീം കോടതിയിലിട്ട് പോട്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ മിനി ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മിനിവാനി പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇതൊന്നുമല്ല, ഇതെന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇത് വളരെ ബാലിശമായിട്ടുള്ള ഒരു ആരോപണമാണ്. അതുമല്ല ഈ പറയുന്ന നമ്മുടെ പേട്ടൻ പാവാടകൾക്കും അവരെ പുകഴ്ത്തി പറയുന്ന യൂട്യൂബേഴ്സിനും എന്നെ എടുത്ത് അലക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ജഡ്ജി മനഃപൂർവ്വം ഇട്ടുകൊടുത്ത ഒരു സാധനമാണ് എന്നാണ് ടി വി മിനി പറയുന്നത്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് നിന്നതെന്നും ആത്മാർത്ഥമായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടെന്നും ചിലപ്പോഴൊക്കെ എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ എൻ്റെ ജൂനിയറെ വിടാറുണ്ട് എന്നുള്ളതുമാണ് ഈ പറയുന്ന ടി വി മിനി പറയുന്ന വാദം. ഇനി നോക്കി, ഇനി എന്തുകൊണ്ടായിരിക്കും ഈ ടി വി മിനിയെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് കീഴ്ക്കോടതി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മെമ്മറി കാർഡാണ്. ഇവിടെ നമുക്ക് ഈ പ്രഥമ ദൃഷ്ടിയാൽ കോടതിയുടെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയാൻ വളരെ ചങ്കൂറ്റത്തോടെ 100% ഉറപ്പോടു കൂടി പറയാൻ പറ്റുന്ന ഒരേ ഒരു കാരണം എന്താണ്? ഈ പറയുന്ന മെമ്മറി കാർഡാണ്. ഈ മെമ്മറി കാർഡ് ഇഷ്യൂ ഈ പറയുന്ന അതൊരു കേസായിട്ട് ഫയൽ ചെയ്തത് മറ്റാരുമല്ല, ഈ പറയുന്ന ടി വി മിനിയാണ്. ടി വി മിനി ചെയ്ത കേസിന്റെ അനന്തരഫലമാണ് സുപ്രീം കോടതി പറഞ്ഞത് എന്ത് ചെയ്യണം, ഇതിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. ഇത് ആര് തുറന്നു, ഇതെന്താണ് അനാവശ്യമായിട്ട് തുറന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് ആര് തുറന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണം വേണം. അതുമല്ല ഇപ്പൊ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വാദിക്കുന്ന ഒരു വാദവും ഇത് തന്നെയാണ് അല്ലേ? എന്തുകൊണ്ട് ഈ പറയുന്ന ഒരു 5 പൈസയുടെ വിവരമില്ലാതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഈ രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ, ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കരുടെ ആരും ആയിക്കോട്ടെ പറയും മെമ്മറി കാർഡ് എടുത്തു, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യേ മാറിയുള്ളൂ, മറ്റതിന്റെ ഹാഷ് വാല്യൂ മാറിയില്ല. നാറികളെ എന്തിനെടുത്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇവിടെ. മനസ്സിലായോ? നീയൊക്കെ എന്തിനെടുത്തു എന്നുള്ളതാണ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സാധനം. നീയൊക്കെ എന്തിനെടുത്തു? അതിനകത്ത് ആൻസർ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കിടന്നോ? അതായത് വീഡിയോ ഹാഷ് വാല്യൂ മാറിയില്ല, അതായത് വീഡിയോ എന്തിനു എഡിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. വീഡിയോ നീ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിലോ, വീഡിയോ കണ്ടിട്ടുണ്ടോ? അതിന് വളരെ വലിയൊരു കുറ്റമല്ലടേ. മനസ്സിലായി? ഇവരൊക്കെ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന മണ്ടന്മാരാകുന്ന ഇങ്ങനെയാണ്. അതായത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയുള്ളൂ, അതിനകത്തുള്ള വീഡിയോയുടെ കോപ്പിലെ ഹാഷ് വാല്യൂ മാറിയില്ല. ഇവിടെ മാറിയുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എങ്ങനെ മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കോടതിയിൽ അത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അതിനകത്തിരിക്കുന്നത്. കോടതിയിൽ വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ വേറെ എവിടെ കൊണ്ടുപോയിക്കൂടെ? അവിടെ കൊണ്ടു കൊടുത്ത സാധനമാണ് 1 അല്ല 2 അല്ല 3 പ്രാവശ്യം തുറന്നിരിക്കുന്നത്. എന്നിട്ട് ഒരു മനുഷ്യനെ പറ്റിക്കുന്നുണ്ട്. ഉണ്ടാക്കൽ ഒടുക്കലത്തെ മറ്റേ ന്യായം കിട്ടേണ്ടി വരരുത്. മന്ദബുദ്ധികളായിട്ടുള്ള നിങ്ങളുടെയൊക്കെ പാദസേവ ചെയ്ത് നടക്കുന്ന നിങ്ങളുടെയൊക്കെ പാവാടയായിട്ട് നടക്കുന്ന കുറെ എണ്ണം ഇത് വിശ്വസിക്കും. മനസ്സിലായോ? ആ വീഡിയോക്കകത്ത് എഡിറ്റിംഗ് നടന്നിട്ടില്ല, ശരി, സമ്മതിക്കാം.
ഇനി ഒന്നും ചെയ്തില്ലെന്ന് വെച്ചോ, അവൻ ആ വീഡിയോ മെമ്മറി കാർഡ് പിന്നീട് ഒരു ഫോണിൽ പിന്നെ മെമ്മറി കാർഡ് ഇങ്ങനെ തൊട്ടതേ ഉള്ളൂ. ഇത് തൊടാനുള്ള അധികാരം ആയിരുന്നു. ഈ തൊടാനുള്ള അധികാരം നീ ഇനി ഇപ്പൊ ഇതിനകത്ത് ഇട്ടതേ ഉള്ളൂ, എന്നിട്ട് ഫോണിൽ ഇത് കുത്തി വെച്ചോളൂ, ഞാൻ കണ്ടില്ല വീഡിയോ എന്ന് പറഞ്ഞാലും എന്തിനത് എടുത്തു എന്നുള്ളതാണ്. അവിടെ ഈ കോടതിയിലെ പരിഗണനയിൽ ഇത്രയും സുരക്ഷിതമായിട്ടിരുന്ന സാധനം നീ എന്തിനെടുത്തു? എന്തിന് നിന്റെ ഫോണിനകത്ത് കണക്ട് ചെയ്തു? കണക്ട് ചെയ്ത് വെറുതെ കാണാൻ വേണ്ടി തന്നല്ലോ. അപ്പൊ നീ കണ്ടു, നീ എത്ര പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അതെന്താ? അതുകൊണ്ട് അത് ഈ സുപ്രീം കോടതി തന്നെ അതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ടും കീഴ്ക്കോടതി അതിന് ഇതുവരെ നടത്തിയിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വാദമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. അത് തന്നെയാണ് ഈ മിനി എന്ത് ചെയ്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇത് അനീതിയാണ്, ഇത് ബയസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് പറയാൻ അല്ലെങ്കിൽ സാധാ ജനങ്ങൾക്കും ഒരു സംശയം തോന്നാനുള്ള കാരണം ഇത് തന്നെയാണ്. മനസ്സിലായോ? അത് കോടതിയിലേക്ക് അങ്ങനെ ഒരു കേസുമായി പോയത് ടി ബി മിനിയാണ്. അതാണ് ഇപ്പം ഈ പറയുന്ന ജഡ്ജ് ആയിക്കട്ടെ വിഴുങ്ങാനും വയ്യ തുപ്പാനും വയ്യാത്തൊരു അവസ്ഥയിൽ. അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യമാണോ മിനിയുടെ അടുത്ത് നീ വരാറെന്നില്ല, നീ അവിടെ വരെയില്ല, 10 വയസ്സെന്തര വന്ന് അരമണിക്കൂർ നീ അവിടെ നിന്ന് ഉറങ്ങും എന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇവരെയും കട്ടി മാറ്റി ഇത്തിരി കൂടി നല്ല ഒത്തിരി ആ പേര് അറിഞ്ഞ ഞെട്ടണ ഒരു വക്കീലേക്ക് കൊണ്ട് വെക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് കമന്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.